അച്ഛൻ കലോത്സവത്തിന്റെ വാർത്ത കണ്ടോ? ഇല്ല, എവിടെയത്? 2-ാം പേജില്. എവിടെ? ഇത് കണ്ടോ അച്ഛാ? ലളിത സംഗീതത്തിന് തൃഷ്ണയ്ക്കാ ഫസ്റ്റ് പ്രൈസ്. ഓ. ജില്ലാ മത്സരത്തിന് എനിക്ക് ഫസ്റ്റും തൃഷ്ണയ്ക്ക് സെക്കൻഡും ആയിരുന്നു. സോറി, മോൾക്കറിയാലോ അല്ല. അച്ഛനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല അച്ഛാ. പത്രത്തില് തൃഷ്ണയുടെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ അച്ഛനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതാണ് മാം പ്രതി. ജാനകി ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ. ജാനകിയുടെ അത്രയും കഴിവില്ലാത്ത കുട്ടികൾക്ക് പല സമ്മാനവും കിട്ടിയത്. ഉറപ്പായിട്ടും കിട്ടേണ്ടിയിരുന്ന 3 ഫസ്റ്റ് പ്രൈസ് നമ്മുടെ സ്കൂളിന് നഷ്ടമായി എന്നർത്ഥം. എത്ര ദിവസത്തെ പരിശ്രമവും തയ്യാറെടുപ്പും പാഴായി പോയത്. ജാനകി മാത്രമല്ല, ഞങ്ങളെല്ലാം നല്ലപോലെ കഷ്ടപ്പെട്ടില്ലേ. മത്സരത്തിന് അയക്കാൻ പറ്റിയ കുട്ടികൾ ഈ സ്കൂളിൽ വേറെയും ഉണ്ടായിരുന്നു. എല്ലാവരും ജാനകിയുടെ അത്രയും ടാലന്റഡ് അല്ലായിരിക്കും. എന്നാലും നല്ല പരിശീലനം കിട്ടിയാൽ തിളങ്ങാൻ പറ്റുന്ന പല കുട്ടികളും ഉണ്ട്. ജാനകി കാരണം അവരുടെ അവസരവും നഷ്ടപ്പെട്ടില്ലേ. ജാനകിയെ കുറ്റം പറഞ്ഞതല്ല. അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നത് കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്ത കാര്യവും അത് തന്നെയാണ് മാം. ജാനകി മത്സരത്തിന് പോകേണ്ട ദിവസം മാത്രം രത്നമ്മ ടീച്ചർക്ക് ഒരു അസുഖം. ഇന്നത് മാറുകയും ചെയ്തു. ക്ലാസ് പരീക്ഷയുടെ അന്ന് മാത്രം ചില പിള്ളേർക്ക് പനി വരില്ലേ, അതുപോലെ. ഏയ്, അങ്ങനൊന്നും ആവില്ല. മനുഷ്യരല്ലേ, എപ്പോ വേണമെങ്കിലും അസുഖം വരാം. എന്നാലും നമ്മുടെ സ്കൂളിനൊരു ഗോൾഡൻ ചാൻസ് നഷ്ടമായല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഇനി അടുത്ത വർഷം നോക്കാം. വേണ്ട ടീച്ചർ, ഞാൻ ഇനി ഒരു മത്സരത്തിനുമില്ല. അതെന്താ ജാനകി? അടുത്ത വർഷവും കുട്ടിയുടെ അമ്മയ്ക്ക് അസുഖം വരണമെന്നില്ലല്ലോ. വരും ടീച്ചറെ, വരും. അല്ലെങ്കിൽ എന്നെ മത്സരത്തിന് വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം അമ്മ കണ്ടുപിടിക്കും. അതെന്താ ജാനകി അങ്ങനെ? അമ്മയ്ക്ക് കുട്ടി ഇഷ്ടമല്ലേ? ഇല്ല, ഒട്ടുമില്ല. അതെന്താ? എന്റെ അമ്മ അല്ലാത്തതുകൊണ്ട്.